ശബരിമലയിൽ തിരക്കിനിടയിലും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയം. കോടതി നിർദ്ദേശമനുസരിച്ച് സ്പോട്ട് ബുക്കിംഗ് 20,000 നിന്നും 5,000 ആക്കി കുറച്ചു. ബുക്കിംഗ് പമ്പയിൽ നിന്നും നിലയ്ക്കലിലേക്കും വണ്ടിപ്പെരിയാറിലേക്കും മാറ്റി. പമ്പയിൽ ഇന്നും ബയോ ടോയ്ലറ്റുകൾ പ്രവർത്തനരഹിതമാണ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ വിവിധ വകുപ്പുകളുടെ ഉന്നത ഉദ്യോഗസ്ഥർ അവലോകന യോഗം ചേരുകയാണ്. അർജുൻ കല്യാട് വിവരങ്ങളുമായി. അർജുൻ, അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്നുള്ളത് വലിയ പ്രശ്നമാണ്. ഇന്നിപ്പോൾ തിരക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിരിക്കുന്നു അല്ലേ? സ്മൃതി, തീർച്ചയായിട്ടും തിരക്ക് ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. പമ്പയിൽ നിന്നും ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്ന അയ്യപ്പന്മാരുടെ എണ്ണത്തിൽ ഒരു വലിയ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഒരു ദിവസം 90,000-നടുത്ത് അയ്യപ്പന്മാരാണ് എത്തിയിരുന്നുവെങ്കിൽ ഇന്നത് 70,000-ലേക്ക്, അതായത് ഈ സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള സംഖ്യ വെച്ച് ഇപ്പോൾ ശബരിമലയിലേക്ക് എത്തുന്ന അയ്യപ്പന്മാരുടെ എണ്ണം കണക്ക് കൂട്ടി പറയുകയാണെങ്കിൽ അതൊരു 70,000-ഓ 75,000-ഓ മാത്രമായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. നേരത്തെ പമ്പയിലും അതുപോലെ തന്നെ എരുമേലി, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലായിരുന്നു സ്പോട്ട് ബുക്കിംഗ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ അത് മാറ്റി നിലയ്ക്കലും വണ്ടിപ്പെരിയാറിലും മാത്രമാക്കി സ്പോട്ട് ബുക്കിംഗ് ചുരുക്കിയിരിക്കുകയാണ്. 20,000 എന്നത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം 5,000-ലേക്ക് സ്പോട്ട് ബുക്കിങ്ങിന്റെ എണ്ണം ചുരുക്കിയിട്ടുണ്ട്. വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തവർ മാത്രം, അല്ലെങ്കിൽ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് ദർശനം ഉറപ്പാക്കി എന്നതിന് ആ ഘട്ടത്തിൽ അങ്ങനെയുള്ളവർ മാത്രം ശബരിമലയിലേക്ക് എത്താൻ വേണ്ടി പാടുള്ളൂ എന്നുള്ളതാണ് റിപ്പോർട്ടിനോട് സംസാരിച്ചിട്ടുള്ള ശബരിമലയിലെ ചീഫ് പോലീസ് കോർഡിനേറ്റർ ആയിട്ടുള്ള ADGP S. ശ്രീജിത്ത് ഉൾപ്പെടെ വ്യക്തമാക്കിയത്. അപ്പോൾ അങ്ങനെ വരുന്നാൽ മാത്രമേ ശബരിമലയിലെ സ്ഥിതികൾ നിയന്ത്രിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. സ്പോട്ട് ബുക്കിംഗ് ഉണ്ട് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കൂടുതൽ അയ്യപ്പന്മാർ ശബരിമലയിലേക്ക് എത്താൻ വേണ്ടി പാടില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം നിർദ്ദേശം ഇന്നലെ വെട്ടിക്കുറച്ചുകൊണ്ട് നൽകിയിരുന്നു. അർജുൻ കല്യാടാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.